ഇപ്പോൾ 2021 ഒരു ഡസണിലധികം നേതാക്കൾ ഈ മുഖ്യമന്ത്രി കുപ്പായവും തയ്ച്ച് കാത്തിരുന്നത് നമ്മൾ കണ്ടതാണ്. പേഴ്സണൽ സ്റ്റാഫുകളെ വരെ തീരുമാനിച്ചിരുന്നു എന്നുള്ളതാണ് പിന്നീട് വന്ന വാർത്ത. അവസാനം ഒരു സിനിമയിൽ പറയുന്നത് പോലെ പടക്കക്കട ഗുദാഹവ എന്നുള്ള അവസ്ഥയിലെത്തി. ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഈ തെരഞ്ഞെടുപ്പ് അനൗൺസ് ചെയ്യുന്ന സമയത്ത് തന്നെ തെരഞ്ഞെടുപ്പിൽ അതിശക്തമായ പ്രചാരണ ആയുധങ്ങൾ പ്രതിപക്ഷം മുന്നോട്ട് വെക്കുന്നതിന് മുൻപ് തന്നെ അവരുടെ ചർച്ച ആരാകും മുഖ്യമന്ത്രി എന്നതുമായി ബന്ധപ്പെട്ടാണ്. ആ നിലയിലുള്ള പ്രതികരണങ്ങൾ ചർച്ചയാണ് പൊതുസമൂഹത്തിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. 8 ലക്ഷം രൂപ മുടക്കി ദേശീയ മാധ്യമത്തിലടക്കം പരസ്യം ചെയ്തിട്ടാണ് രമേശ് ചെന്നിത്തല പറയുന്നത് ഞാൻ മുഖ്യമന്ത്രി കസേരയ്ക്കുള്ള വടം വലിക്കില്ല എന്ന്. സോഷ്യൽ മീഡിയയിലടക്കം അണികൾ ഉപയോഗിച്ച് വലിയ നിലയിലുള്ള പ്രചാരണം നടത്തിയിട്ടാണ് വി ഡി സതീശൻ പറയുന്നത് ഞാൻ മുഖ്യമന്ത്രി കസേരയ്ക്കുള്ള വടം വലിക്കില്ല എന്നല്ല. അവർ പരസ്യ പ്രതികരണത്തിനില്ല ആ വിഷയത്തിൽ എന്നുള്ളതാണ്. വടം വലിയോട് നടക്കുന്നുണ്ടല്ലോ ദിലീപ്, അത് ഇല്ല എന്ന് അവർ പറയുന്നു എന്നുള്ളതല്ലേ ഉള്ളൂ. പിന്നീട് കെ സി വേണുഗോപാൽ ഇന്നലെ അദ്ദേഹത്തിന് വേണ്ടി നിർമ്മിച്ചുകൊണ്ടിരുന്ന ഡോക്യുമെന്ററി നിർത്തിവെക്കാൻ ഹൈക്കമാൻഡിന്റെ നിർദ്ദേശമാണ് വരുന്നത്. അതായത് ഇതൊന്ന് ആലോചിച്ച് നോക്കണം, ഇത്ര അധികം ദിവസങ്ങളായത് നടന്നു, പിന്നീട് പാർട്ടിയുടെ ഇടപെടൽ ഉണ്ടാകുന്നുണ്ട്, അതിനുശേഷവും ഇന്നലെയാണ് ഡോക്യുമെന്ററി വീണ്ടും നിർത്തിവെക്കാൻ ഹൈക്കമാൻഡിന് പറയേണ്ടി വരുന്നത് എന്ന് പറഞ്ഞാൽ വീണ്ടും ആ പ്രവർത്തനം തുടരുകയായിരുന്നു എന്നതുകൂടിയാണ് അതിനർത്ഥം. അപ്പോൾ വീണ്ടും ഹൈക്കമാൻഡിന് ഇടപെട്ട് അത് നിർത്തിവെക്കേണ്ടി വരുന്നു. എന്നിട്ടാണ് കെ സി വേണുഗോപാൽ പറയുന്നത് ഞാനും ഈ തർക്കത്തിനില്ല എന്നുള്ളത്. എസ് കെ എന്നിട്ട് ഇവർ ഇതിനെ വിശേഷിപ്പിക്കുന്നത് എന്താണ്? ഇവരുടെ പാർട്ടിയിലെ ജനാധിപത്യം എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു വീടിനുള്ളിൽ 3 മക്കൾ തമ്മിൽ സ്വത്തിനു വേണ്ടി തർക്കം നടക്കുകയാണ്. 3 പേർക്കും അഭിപ്രായം പറയാം, വീട്ടുകാരോട് ഇതിനെക്കുറിച്ച് അവരുടെ അവകാശങ്ങളെല്ലാം ഉന്നയിക്കാം. പക്ഷെ അതിന് പകരം തെരുവിലേക്ക് ഇറങ്ങി പരസ്പരം 3 മക്കൾ തമ്മിൽ അടികൂടി നാട്ടുകാരുടെ ഒക്കെ മുന്നിൽ പരിഹാസ കഥാപാത്രമായി മാറിയിട്ട് ഇത് ഞങ്ങളുടെ വീട്ടിലെ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? ഒരു ചോദ്യം ചോദിക്കട്ടെ. അതായത് ഇപ്പോ UDF അധികാരത്തിൽ വരുന്നു എന്നിരിക്കട്ടെ, സ്വാഭാവികമായിട്ടും LDF പ്രതിപക്ഷത്ത് ഇരിക്കും. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകും? അതറിയില്ല സ്കേൻ. അതിപ്പോൾ നമ്മൾ ഈ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് നമ്മളിത് ഇപ്പൊ മറ്റേ സാഹചര്യം നമ്മൾ അങ്ങനെ തന്നെയാണല്ലോ ചർച്ച ചെയ്യുന്നത്. നമുക്ക് തെരഞ്ഞെടുപ്പ് ഫലം അറിയില്ലല്ലോ. അല്ല സ്കേൻ, നമ്മൾ അതിൽ ആരാണ് ഇപ്പോൾ ഞാൻ അതിൽ ആരായിരിക്കും മുഖ്യമന്ത്രി എന്നതിനെ കുറിച്ച് ഒരു പ്രവചനവും നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. ഈ പറഞ്ഞ നിലയിൽ തന്നെ എല്ലാവരും അതിന് അർഹരായിട്ടുള്ള യോഗ്യരായിട്ടുള്ള ആളുകളാണ്, അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ പരിഗണിച്ച്. മറുപക്ഷത്തും അതുപോലെ തന്നെയാണ്. അവിടെ ഭരണം കിട്ടിയാൽ പിണറായി വിജയൻ തന്നെ ആകണം എന്ന് ഒരു നിർബന്ധവുമില്ല. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വേറെ ആളുകൾ അവിടെയുണ്ട്. 2ാം തലമുറയെ കൊണ്ടുവരാനുള്ള സാധ്യത എവിടെയുണ്ട്.